അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല റെഡി ആയിട്ടിരിക്കും. ബേസ് സെറ്റ് ചെയ്താലും നമുക്ക് നല്ല മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് പിന്നെ സൺസ്ക്രീൻ ഇട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എടുക്കുന്ന പ്രൈമറാണ്. മേക്കപ്പിന് മുന്നേ നിങ്ങൾ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ മേക്കപ്പ് ഇരിക്കും. ഇനി നമുക്ക് കുറച്ച് കൺസീലർ ഇടാം. കൺസീലർ നമുക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മുടെ ഫേസിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ അതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നല്ലോണം സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തത്. ഇത് ഒരു ഐ ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ കണ്ണിൽ ഇടുന്നുണ്ട്. കണ്ണിൽ കുറച്ചാണ് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. ഇതൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചാണ് കേട്ടോ ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ. അത് പക്ഷേ ഫുൾ ഫേസ് കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫുള്ള് സ്മഡ്ജ് ചെയ്യുക. പിന്നെ കുറച്ച് ബ്ലഷാണ് ഞാൻ നേരത്തെ കാണിച്ച ഐ ആൻഡ് ചീക്ക് ടിൻ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. കൂടുതലാണെന്ന് എനിക്ക് തോന്നും, പക്ഷേ നമ്മൾ സ്മഡ്ജ് ചെയ്ത് അത് കറക്റ്റ് ആക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് മസ്കാര ഇടാം. ഞാൻ ഓൾറെഡി എൻ്റെ വൺ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? അതുപോലെ തന്നെ രണ്ട് കണ്ണിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫുൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഐലാഷസ് നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഞാൻ ഇടുന്നത് ഒരു ഹൈലൈറ്റ് പൗഡറാണ്. അത് ഞാൻ എൻ്റെ നോസിലും പിന്നെ ഐബ്രോസിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനില്ലേ അവിടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ചീക്സിലും ഇട്ടിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു തിളക്കം വരും. അതിന് മേലെ കുറച്ച് കോമ്പാക്റ്റും കൂടി ഇട്ട് ഞാൻ മേക്കപ്പ് ഫുള്ളൊന്ന് ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ ഫൈനൽ ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഒരു ലിപ്പ് ലൈനർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്ത് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ മേബിലിൻ്റെ ലിപ്സ്റ്റിക്ക് വെച്ച് ഫുള്ള് ഇൻസൈഡും കവർ ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.